നമസ്കാരം. ഇന്ന് നമ്മൾ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. മന്തി എന്ന് പറയുമ്പം ആൾ നമ്മുടെ നാട്ടുകാരനല്ല, പുള്ളി അങ്ങ് അറേബ്യൻ നാട്ടിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള ഡിഷസ് പോലെ ഒരുപാട് മസാലയും എരിവും പുളിയും ഒന്നും ഇതിലുണ്ടാവില്ല. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും കഴിയും. സോ അങ്ങനെ ഒരു മന്തിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എപ്പോഴും മന്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ബസ്മതി റൈസാണ്. അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ നല്ല ഹൈ ക്വാളിറ്റി ബസ്മതി റൈസ് തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അരിനെ നമുക്ക് കുറേ പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്കൊരു 30 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അരി സോക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് നമുക്ക് ചിക്കൻ എടുക്കാം. ഞാനിവിടെ വലിയ പീസ് ചിക്കൻ ആട്ടോ എടുത്തിരിക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് നമുക്ക് സെർവ് ചെയ്യുമ്പം കുറച്ചുകൂടി സ്റ്റൈലിഷ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ പീസ് എടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ചെറിയ പീസാണെങ്കിൽ ചെറിയ പീസ് എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഈ ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടാം. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ല കളറും കിട്ടും, എന്നാലൊട്ട് എരിവ് കുറച്ച് കുറവുമായിരിക്കും. അപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടാം. അളവൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാം. അതിനുശേഷം നമ്മൾ ഇതിൽ മന്തി മസാലയാണ് ചേർക്കുന്നത്. മന്തി മസാല നമുക്ക് റെഡിമെയ്ഡായിട്ട് മാർക്കറ്റിൽ കിട്ടും. ഇനി അതല്ല, നമുക്ക് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മന്തി മസാല എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം, അല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയും ചെയ്യാം. ഇനി അതിനുശേഷം നമ്മളിതിലേക്ക് മാഗി ക്യൂബ്സ് ആണ് ഇടുന്നത്. ഒരു 3 മാഗി ക്യൂബ്സ് ഇടണം. അത് അങ്ങനെ തന്നെ ഇടാൻ പാടില്ല, ഒന്ന് ജസ്റ്റ് കൈയോടൊന്ന് പൊടിച്ചിട്ടിടണം, ഇല്ലെങ്കിൽ അത് അതേപോലെ കട്ടയായിട്ട് തന്നെ കിടക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടിടാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ, ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ചാൽ മതി. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാനേ പാടില്ല. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കണം, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കന് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഏലക്കയും കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഡ്രൈ ലെമണ് കുറച്ച് ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിൽ ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഭാഗം റെഡി ആകുമ്പോൾ അടുത്ത ഭാഗം മറിച്ചിടുക, അങ്ങനെ നന്നായിട്ട് ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ ഒന്ന് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു 2-3 ഏലക്കയും കുറച്ച് കുരുമുളകും ഒരു ചെറിയ കഷ്ണം പട്ടയും അതിൻ്റെ കൂടെ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും ആഡ് ചെയ്യാം. ഇതിൽ നമ്മൾ വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ റൈസ് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ അതൊന്ന് ഊറ്റിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വെള്ളത്തിന് പ്രത്യേകിച്ച് ഒരു അളവോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ സാധാരണ ചോറൊക്കെ വെക്കില്ല, അതേപോലെ തന്നെ വെള്ളം എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അതിനുശേഷം കുറച്ച് ഓയിലും നമ്മൾ നേരത്തെ ആ ഡ്രൈ ലെമൺ ചിക്കനിൽ വെച്ചതല്ല, ഇത് വേറെ ഡ്രൈ ലെമണ് ഇതിലേക്ക് ആഡ് ചെയ്യാം. വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അരി എടുത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അരിയൊക്കെ ആഡ് ചെയ്തു. ഇനി ഇതൊന്ന് വേവാൻ വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ റൈസിന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ എടുത്തിട്ട് അതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെള്ളം കൂടി പോകരുതേ, കുറച്ച് കട്ടി തന്നെ വേണം. അതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ റെഡ് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചേർക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ റെഡ് ഫുഡ് കളർ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം മഞ്ഞൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കനിൽ നമുക്ക് ഈ റൈസ് ഒന്ന് ഊറ്റിയിട്ട് ചേർത്ത് കൊടുക്കണം. അതിൽ ഓയിലൊന്നും മാറ്റുന്നില്ല, അതേപോലെ തന്നെയാണ്. അതിലേക്ക് നമ്മുടെ റൈസ് കുറച്ചായിട്ട് ഇങ്ങനെ ഊറ്റിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റൈസൊക്കെ നമ്മളിതിലേക്ക് ചേർത്ത് കഴിഞ്ഞു. ഇനി ഒരു 4 പച്ചമുളക് നടുവേ കീറിയിട്ട് ഇതിലൊന്ന് കുത്തി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ മഞ്ഞളിൻ്റെ ആ മിക്സ് കുറച്ചായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക്
ഇതൊന്ന് പുകച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് കനലെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ സാധാരണ ചിരട്ട കത്തിച്ചിട്ടാണ് ഈ കനലുണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ചിരട്ട കത്തിക്കുമ്പോൾ നിങ്ങൾ മണ്ണെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ, കാരണം ചിലപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് ഈ റൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും കൊള്ളൂല. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഓയിൽ യൂസ് ചെയ്തിട്ട് ചിരട്ട കത്തിക്കാം. അപ്പോൾ അതിൻ്റെ കനൽ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ എടുത്തതിന് ശേഷം അത് ആ റൈസിൻ്റെ നടുവിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ച് അപ്പം തന്നെ നമ്മൾ ലിഡ് എടുത്ത് മൂടണം, ഇല്ലെങ്കിൽ ആ പുകേൻ്റെ ആ ഒരു എഫക്റ്റ് അതിൽ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഓയിൽ ഒഴിച്ച് അപ്പം തന്നെ മൂടുക. അപ്പോൾ നമ്മൾ ലിഡ് തുറക്കാൻ പോവുകയാണ്. നിങ്ങൾ നേരത്തെ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്യണം കേട്ടോ, അതിനുശേഷം മാത്രമേ ചാർക്കോൾ വയ്ക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ ലിഡ് തുറക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ തുറന്നു. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്, ഫുൾ പുകയായിരിക്കും. ആരും കൈയൊന്നും പൊള്ളിക്കരുത്. ഇനി നമുക്ക് ഇതിൻ്റെ താഴേന്ന് മുകളിലേക്ക് വരുന്ന നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ അടിപൊളി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കൊറോണയൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് പുറത്തൊന്നും പോയിട്ട് എന്തായാലും മന്തി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.